ജനലക്ഷങ്ങൾ മലപ്പുറത്ത് മഅദിൻ സ്വലാത്ത് നഗറിലേക്ക് ഒഴുകുകയാണ്. കാരണമെന്തേ? അവിടെ വലിയ സ്വലാത്ത് മജ്‌ലിസ്, അത്ഭുതകരമായ ഫലമുള്ള സ്വലാത്ത് മജ്‌ലിസ്. ഒരു സ്വലാത്ത് മജ്‌ലിസ് 27-ാം രാവിന്റെ ഒരു സ്വലാത്ത് മജ്‌ലിസ്. ഞാനന്ന് തിരുവരങ്ങാടി താഴേച്ചനയിലാ നിൽക്കുന്നത്. സ്വലാത്തിന്റെ തലേ ദിവസം എന്റെ നാട്ടുകാരനായ അബ്ബാസ് ഹാജി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 10,000 രൂപ നാളെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുവോ? എന്റെ ശരീരം മൊത്തം വലിയ വേദനയാണ്, ഞാൻ വേദനയിൽ കിടന്നിവിടെ പെടയാണ്. അദ്ദേഹം മക്കത്ത് നിന്നാ വിളിക്കുന്നത്, വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്. ഉസ്താദിനോട് ഈ വിവരം പറയലോടെ 10,000 രൂപ നിങ്ങൾ സ്വലാത്തിന് കൊടുക്കോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. പിറ്റേ ദിവസം സ്വലാത്തിന്റെ അന്ന് രാവിലെ ഞാൻ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. 10,000 രൂപ ഞാൻ കൊടുത്തു. അബ്ബാസ് എന്ന സഹോദരൻ, എന്റെ നാട്ടുകാരനും അയൽവാസിയും, അദ്ദേഹത്തിന് ശരീരമാസകരം ശക്തമായ വേദനയാണ്, ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാ നിങ്ങളോട് പറയട്ടെ, ആ സ്വലാത്ത് മജ്‌ലിസ് കഴിയുമ്പോ അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നീട് അങ്ങനെ ഒരു വേദന ജീവിതത്തിൽ വന്നിട്ടില്ല. മഅദിൻ സ്വലാത്തിന് അത്ഭുതകരമായ ഫലമാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, മഅദിൻ സ്വലാത്ത് നഗറില്, ഈ സ്വലാത്ത് നഗറിന്റെ ഒരു പ്രത്യേകത, റമദാനിൽ 27-ാം രാവിന് അവിടെ പ്രത്യേകമായിക്കൊണ്ടൊരു സ്വലാത്ത് നഗറും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അവിടേക്ക് 10,000 രൂപ ഓഫർ ചെയ്തപ്പോ, നേർച്ച ചെയ്തപ്പോ, ദേഹമാസകലം വേദനയുണ്ടായിരുന്ന ഒരാളുടെ ദേഹാസ്വസ്ഥ്യം, വേദനയൊക്കെ മാറി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതില് എന്തോ ഒരു ലൈറ്റ് ബ്ലിങ്കിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പോ അവിടേക്ക് 10,000 രൂപ നേർച്ച ചെയ്തപ്പോ അയാളുടെ വേദന ആസകലം പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ നിന്നു എന്നുള്ളതാണ്. അത് ആ സ്വലാത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ, സ്വലാത്ത് ചൊല്ലിയ തങ്ങളുടെ പ്രത്യേകത കൊണ്ടാണോ, എന്താണ് എന്നൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഒരു മുസ്ലിയാര് അറിയിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 10,000 ആയിട്ടും 12,000 ആയിട്ടും 1,00,000 ആയിട്ടും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് നേർച്ച ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ള ഒരു മെസ്സേജ് ആണ് അയാൾ തരാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ ഇത് കാണിക്കുന്നത് മസ്ജിദുകള്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട മസ്ജിദുകള്, ആ മസ്ജിദുകളിൽ നിന്നും ആളുകളെ അകറ്റിക്കൊണ്ട് സ്വലാത്ത് നഗറിലേക്കും വാർഷികങ്ങളിലേക്കും അതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഈ പൗരോഹിത്യം ആളുകളെ യഥാർത്ഥ ദീനിലേക്ക് എത്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ താബഈങ്ങളോ തബഉ താബഈങ്ങളോ അയിമ്മത്തിന്റെ ഉലമാക്കളായിട്ടുള്ള ആരും തന്നെ പഠിപ്പിച്ചു തരാത്ത ചില കാര്യങ്ങളിലേക്കാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഈ തരത്തിലുള്ള ഒരു സ്വലാത്ത് സംബന്ധിച്ച് ഒരു ഗാനം, അതാണ് ഇനി ചേർക്കുന്നത്. എന്തായാലും ആ ഗാനം ഒന്ന് കേൾക്കുക. ഗാനത്തില് വിശദീകരിക്കുന്ന വിഷയം എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഗാനത്തിലേക്ക്. കോണോം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുങ്ങും സ്വലാത്താണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. കോണോം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുങ്ങും സ്വലാത്താണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. കോണോം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുങ്ങും സ്വലാത്താണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. സമുദായത്തെ നേർമാർഗത്തിൽ നയിക്കാനുള്ള സ്വലാത്തല്ല, ദീനറിയാത്തൊരു സാധുജനങ്ങളെ പറ്റിക്കുന്ന സ്വലാത്താണ്. സമുദായത്തെ നേർമാർഗത്തിൽ നയിക്കാനുള്ള സ്വലാത്തല്ല, ദീനറിയാത്തൊരു സാധുജനങ്ങളെ പറ്റിക്കുന്ന സ്വലാത്താണ്. പൗരോഹിത്യ ചൂഷണമാർഗം തിരിച്ചറിയാത്തൊരു കൗമാണ്,
നബി പഠിപ്പിച്ച സ്വലാത്തുകൾ ചൊല്ലാൻ പണപ്പിരിവുണ്ടോ ഒന്നോർക്ക്. കോണോം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുങ്ങും സ്വലാത്താണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. ലൈലത്തുൽ ഖദറിൻ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യണതാരാണ്? മുട്ടിപ്പടിയെ പെട്ടിപ്പടിയായി മാറ്റിമറിച്ചത് ആരാണ്? ലൈലത്തുൽ ഖദറിൻ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യണതാരാണ്? മുട്ടിപ്പടിയെ പെട്ടിപ്പടിയായി മാറ്റിമറിച്ചത് ആരാണ്? സ്വർഗത്തെ പ്രതിഫലമായി പറഞ്ഞ് വഖഫ് ചെയ്യിച്ചത് ആരാണ്? മുട്ടിപ്പടിയിലെ റോഡും പാടവും വഖഫ് ചെയ്യിച്ചതാരാണ്? കോണോം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുങ്ങും സ്വലാത്താണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. സ്വർഗത്തിലേക്കുള്ള പോക്കല്ല, ഇത് നരകത്തിലേക്കുള്ള പോക്കാണ്. പരലോകത്ത് വിജയം വരിക്കാൻ മുത്ത് റസൂലിനെ പിൻപറ്റ്. സ്വർഗത്തിലേക്കുള്ള പോക്കല്ല, ഇത് നരകത്തിലേക്കുള്ള പോക്കാണ്. പരലോകത്ത് വിജയം വരിക്കാൻ മുത്ത് റസൂലിനെ പിൻപറ്റ്. കൃത്രിമ ഭക്തി വരുത്താനായി നഗറുകൾ തേടും പാമരരെ, പൂർവികരൊന്നും സ്വലാത്ത് ചെൽ നഗറുകൾ തേടിയില്ലെന്നോർക്ക്. കോണോം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുങ്ങും സ്വലാത്താണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. സ്വലാത്ത് പേരിൽ പിരിവ് നടത്തി കൊഴുത്ത് തടിക്കും പുരോഹിതരെ, പരലോകത്ത് റബ്ബിന് മുമ്പിൽ ഉത്തരം പറയണമെന്നോർക്ക്. സ്വലാത്ത് പേരിൽ പിരിവ് നടത്തി കൊഴുത്ത് തടിക്കും പുരോഹിതരെ, പരലോകത്ത് റബ്ബിന് മുമ്പിൽ ഉത്തരം പറയണമെന്നോർക്ക്. ദീനിനെ വിറ്റ് കാശാക്കുന്ന പണ്ഡിത വേഷധാരികളെ, വയറ്റിനുള്ളിൽ നിറയ്ക്കുന്നതെല്ലാം തീയാണെന്ന് മറക്കല്ലേ. കോണോം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുങ്ങും സ്വലാത്താണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. കോണോം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുങ്ങും സ്വലാത്താണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്.